ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാലത്ത് അയാൾ ഉമ്മറത്തിരുന്ന് അയാൾ കരയും. കാരണം ആ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് ഞാൻ കരയുമ്പം ആ സെക്യൂരിറ്റി ഇപ്പോഴും പറയും നിന്റെ കണ്ണീര് വീണ നിലം നശിക്കുള്ളൂ. ഞാനൊരു RSS കാരിയാണ്. ഞാൻ പറയും ഇതേ വാക്ക്. ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി കരയും. ഇനി എന്നത്ര ഞാൻ RSS കാരിയാണ്. അയാൾ അറിയും ആ മുറ്റത്ത് ഞാൻ ഒഴുക്കി കണ്ണീര് സത്യമാണെങ്കിൽ ഈ ലോകത്ത് മൊത്തം പറയുന്ന പെണ്ണുങ്ങളോട് അയാൾ പറയും ആ കുട്ടി വന്നത് സത്യമായിരിക്കാം. ഞാൻ ദൈവത്തിന് വിളിച്ചൊന്നേ ചോദിച്ചുള്ളൂ. ഇതിനൊക്കെ ഉത്തരം ഞാൻ ഒരു ദിവസം പറയും. അയാൾ ഇനി 1000 വർഷം MP ആയിക്കോട്ടെ, ആവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അയാൾ ആ മുറ്റത്തിരുന്ന് ഒരാളെ ബുക്ക് അല്ലെങ്കിൽ ഒരാളെ കത്ത് കിട്ടി വായിക്കാൻ ആരും അയാളെ നോക്കാത്ത കാലത്ത് അയാൾ ഇരുന്ന് കരയും. അത് കണ്ടിട്ട് അയാൾ മരിക്കും. കാരണം ഇത് ഞാനാ കരഞ്ഞത്. എൻ്റെ കണ്ണീരെ വീട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരം ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ അയാൾ അത് കാണിക്കും. സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതൊക്കെ നാടകമാണോ ചേട്ടാ, ഈ സുരേഷ് ഗോപിനോട് ഒരു പെണ്ണിനോടൊക്കെ? കൊച്ചി അതൊക്കെ പ്രഹസന എന്നോട് പറഞ്ഞതാ, പ്രഹസനാണ്. എൻ്റെ കൊച്ചിന് അസുഖം വന്നിട്ട് ഒരു സഹായം ഈ മനുഷ്യൻ തന്നിട്ടില്ലല്ലോ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാണിക്കുന്ന നാടകമല്ലേ. ഒരു പട്ടിയുടെ വില പോലും കാണിക്കില്ല. ഒരു അക്ഷരം ഇന്ന് വരെ എന്നോട് മിണ്ടിയിട്ടില്ല സുരേഷ് ഗോപി. ഭൂമി ഞാൻ സത്യം പറഞ്ഞു അവിടുന്ന് ഭൂമി നിലച്ച് ആ വീട് മൊത്തം നോക്കി ഞാൻ ഒരു പിടി നിലത്തിങ്ങനെ ചവിട്ടിയിട്ട് ഇത്രയും ഒരു ശവിച്ച സ്ഥലത്തേക്കാണോ ഞാൻ എത്തിപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും ഊട്ടിക്ക് പോകുന്ന റൂട്ടിൽ പൂപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. വെറും 2.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഇവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒറ്റമുറി റൂമിലാണ് താമസിക്കുന്ന ജയ എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിക്കെതിരെ ഷിത ജഗത് എന്ന് പറയുന്ന പെൺകുട്ടി കള്ളപ്പരാതി കൊടുത്തതിനെ തുടർന്ന് ഞാൻ ധാരാളം വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ ധാരാളം പെൺകുട്ടികൾ, സ്ത്രീകൾ എന്നെ വിളിച്ച സുരേഷ് ഗോപിയുടെ നമ്പർ തരുമോ, സഹായം വേണം എന്ന് പറയാമോ എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു. ഞാൻ ആർക്കും നമ്പർ കൊടുത്തിരുന്നില്ല. അതിന് കാരണം സുരേഷ് ഗോപി എന്നോട് പറഞ്ഞ നമ്പർ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് ഈ അടുത്ത ദിവസം ഞാൻ ധാരാളം വീഡിയോകൾ, ഇലക്ഷൻ സംബന്ധമായ വീഡിയോകൾ പലർക്കും അയച്ച കൂട്ടത്തിൽ ജയ്ക്കും അയച്ചു കൊടുത്തിരുന്നു. ആ ജയ്ക്ക് ആ വീഡിയോ കിട്ടിയ ഉടൻ തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന മുഖംമൂടി അണിഞ്ഞ മനുഷ്യനാണ് എന്ന് അവരുടെ സംസാരത്തിൽ ബോധ്യമായിരുന്നു. ഇതേപോലെ ധാരാളം ആളുകൾ എന്നെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം വ്യക്തമായിട്ടൊരു സ്ത്രീ പറയുകയാണ് സുരേഷ് ഗോപി വെറും കള്ള നാണയമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ഇലക്ഷന് മുമ്പായി വന്നപ്പോൾ ഇലക്ഷനും അത് ജനങ്ങൾ അറിയണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ഞാൻ പ്രസിദ്ധീകരിച്ചത്. അതിൽ ശബ്ദരേഖയായിരുന്നു. ഇതിനെതിരെ 100 കണക്കിന് ആളുകൾ സൈബർ ആക്രമണം നടത്തുകയുണ്ട്. ആ സ്ത്രീക്കെതിരെയും അങ്ങനെ സ്ത്രീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ ഇത് കള്ളമാണെന്നും ഇത് നന്ദകുമാർ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ അതുകൊണ്ട് തന്നെ ഇത് സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കണം. ഇങ്ങനൊരു സ്ത്രീ ഉണ്ടെന്നും ഇത് നടന്നത് സത്യമാണെന്നും ഞാൻ പറഞ്ഞത് 100% സത്യമാണെന്നും എൻ്റെ ആരോപണം എന്ന് പറയുന്നത് ആ കുട്ടി ഒരു ചെറിയ 12 വയസ്സുള്ള കുട്ടിയെയും കൂട്ടി സുരേഷ് ഗോപിയിൽ അന്ധമായി വിശ്വസിച്ച് ഒരു യുവതി തിരുവനന്തപുരത്തെ വീട്ടിൽ ചെന്ന് അവരൊരു കത്ത് ആ വീട്ടിലെ പോസ്റ്റിൽ കൊടുത്തിട്ടും അത് കീറി വലിച്ചെറിഞ്ഞു എന്നുള്ള ഒരു കാര്യം ആ സുരേഷ് ഗോപി ഒരു കള്ള നാണയമാണ് തെളിയിക്കുന്നത്. ആ കത്ത് വായിച്ച് അവരെ വിളിച്ചിരുന്ന് ആശ്വസിപ്പിച്ച് ഇപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ എന്നെ തെറ്റിദ്ധരിച്ച് ധാരാളം ആളുകൾ കുറേ കമൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുട്ടിയെ തേടി, ജയ എന്ന് പറയുന്ന കുട്ടിയെ തേടി പെരിന്തൽമണ്ണയിൽ വന്നതും ഇവിടെ ഈ കുട്ടിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നതും. സുരേഷ് ഗോപിയുടെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ അവർക്ക് ക്രൂരമായ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അവരും അവരുടെ മകളും കൂടിയാണ് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയത്. ആ അനുഭവം നേരിട്ട് മനസ്സിലാക്കാൻ ഇതിൽ എന്താണ് സത്യാവസ്ഥ, ഇവരാരാണ്, ജയ എന്ന് പറയുന്ന കുട്ടി ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ജയയും അവരുടെ മകൾ 13 വയസ്സുകാരി അമലയുമാണുള്ളത്. ഞാനിപ്പോൾ അവരോടാണ് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം ജയ. അതായത് ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് വലിയൊരു ആരോപണം പറഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ. അവരെ വീട്ടിൽ പോയിട്ട് വളരെ ക്രൂരമായ വിഷമിപ്പിക്കുന്ന അനുഭവം ഉണ്ടായെന്ന്, അവിടെ പോയി പൊട്ടിക്കരഞ്ഞെന്നുമാണ് പറഞ്ഞത്. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവം? എന്താണ്? ആരോപണം അല്ല, സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കൊച്ചും ഡിസംബർ 4-ാം തീയതി ആണ്
സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുന്നത്. ഇവിടുന്ന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കയറി തമ്പാനൂർ തൃശ്ശൂർ ഇറങ്ങി, തൃശ്ശൂരിൽ നിന്ന് റിസർവേഷൻ കിട്ടും വിചാരിച്ചിട്ട് ട്രെയിനിൽ കയറി, അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് ഇറങ്ങി ഒരു 6:45 അല്ലേ മോളെ, 6:45. അപ്പം ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് എങ്ങനെ കാലത്ത് കയറും വിചാരിച്ചിട്ട് ഒരു 8 മണി വരെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്നു ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഒരു 7:45 ഞങ്ങൾ ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ചോദിച്ചു, ഓട്ടോക്കാർ ചോദിച്ചു എവിടത്തേക്കാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിനോട് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് എന്ന് നേരിട്ട് പറയണ്ട, നമുക്ക് ശാസ്തമംഗലം എന്ന് പറയാം, കാരണം അവർ കൊണ്ടുപോയില്ലെങ്കിലും അതിന് ശത്രുക്കൾ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പിന്നെ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു ശാസ്തമംഗലത്ത് എവിടെ ചോദിച്ചു. അപ്പം പറഞ്ഞു സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് പറഞ്ഞു. എന്നാൽ 150 രൂപയാണ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ശരി എന്നാൽ കയറട്ടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ കയറിക്കോ പറഞ്ഞു. അപ്പോൾ അവർ വീട്ടിലേക്ക് അവർ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തി. വീട്ടിലെത്തിയിട്ടാകുമ്പം അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. അപ്പം വേറെ ഓപ്പോസിറ്റ് ഒരു വീട്ടിൽ നിന്ന് ഒരു ചേട്ടൻ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഇത് വരുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഓട്ടോക്കാരൻ ചോദിച്ചു സെക്യൂരിറ്റിയോട് സുരേഷ് ഗോപിയുടെ വീട്. അപ്പം ഞാൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ വീട് ഇതാണ് പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലേ അറിയാം വീട് നമ്പറും ഒക്കെ, ലക്ഷ്മി എന്നല്ലേ. അപ്പം നമ്പറും പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓട്ടോക്കാരൻ ചോദിച്ചു എത്രയും കറക്റ്റാണോ? ഞാൻ പറഞ്ഞു അതാ കറക്റ്റാണ് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ആ വീട്ടിൽ ഓട്ടോക്കാരൻ അറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്ത് അവിടെ എത്തി. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു സാറ് ഇവിടെ ഇല്ല, അവർ ഫ്ലാറ്റിലാണ്, ഇപ്പം കല്യാണ സമയത്ത് പെയിൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്ക്. അപ്പം ഓട്ടോക്കാരൻ എന്നെ അപ്പം തന്നെ 150 വാങ്ങിപ്പോയി. അപ്പം തന്നെ എൻ്റെ ജീവിതം അങ്ങ് തീർന്നു, അങ്ങേരെ ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പേപ്പർ ഞാൻ ലെറ്റർ എഴുതിയിരുന്നല്ലോ ഇവള്, ആ ലെറ്ററും കൊണ്ട് സാറിന്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചു, എൻ്റെ കയ്യിൽ തരണ്ട പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തേ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്കിത് വാങ്ങാനില്ല അധികാരം ഇല്ല പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മലപ്പുറത്തുനിന്നും ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ആരും പേപ്പർ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയ എനിക്ക് തന്നത് മുകളിൽ നിന്നുള്ള ഓർഡർ ഒന്നും വാങ്ങിക്കരുത്, വരുന്നവരെ പേപ്പറൊന്നും വാങ്ങരുത്, അവർ ഇവിടെ ഇല്ലയെന്ന് പറയാനില്ല, ഇത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കൊച്ചിൻ്റെ ഒരു പഠിത്തത്തിൻ്റെ, ഞങ്ങൾക്ക് അസുഖവും വീടോ എല്ലാം ഉണ്ട്, വീടില്ല അസുഖമാണ് ഒക്കെ, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരു കൊച്ചിനൊരു 3 വർഷം ഒരു 8, 9, 10 ആ ഒരു ഇതിലേക്കുള്ള ഒരു പഠിത്തത്തിന് വേണ്ടി മാത്രമല്ല ഒരു കുറച്ച് അതെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് വന്നേ പറഞ്ഞു. പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരിവിടെ ഇല്ല. പിന്നെ ഇപ്പം ഞാൻ ചോദിച്ചു മകൻ അപ്പോൾ അങ്ങേര് പറഞ്ഞു മകൻ കുറച്ച് കഴിയുമ്പോൾ വരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഗോകുൽ വരും, ഇവിടെ ഇപ്പം ഞാൻ വിളിച്ചതേ ഉള്ളൂ പെയിൻറ്റുകാർക്ക് പെയിൻറ്റ് കൊണ്ടുവരാൻ, അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ എത്തും, അതുവരെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഗോകുലിനെ കണ്ടിട്ട് പോവാം, പക്ഷെ കണ്ടിട്ടും കാര്യമില്ല, സഹായിക്കില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ? ഇല്ല സഹായിക്കില്ല, അതാണ് ഞാൻ പറഞ്ഞേ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാരണമില്ലേ? അല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഗോകുൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും വാങ്ങരുത്, ഒരു സാധനം മണി ഓർഡർ അല്ലാത്തൊരു സാധനം വാങ്ങരുത്, പിന്നെ ഇതിലേക്ക് ഇടാനും ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ബോക്സ് ഉണ്ട് മതിലിന്, ഒരു പുറത്തൊന്നും ഇവർക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം ഗേറ്റ് തുറന്ന് അകത്തേക്ക് കിടക്കുന്നില്ല, അവർ ഗേറ്റ് പിടിച്ചിട്ട് തന്നെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈ എഴുതിയതാണ്, ഞാനും എഴുതിയതല്ല, ഇവളെ എഴുതിയതാണ്, അതെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ, ഇതൊന്ന് വായിക്കാനെങ്കിലും അങ്ങേരോട് ഒന്ന് പറയുമോ അല്ലെങ്കിൽ ഗോകുലിൻ്റെ കയ്യിൽ കൊടുക്കുമോ ചോദിച്ചു. അപ്പം പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾ ആ ബോക്സിലിട്ടേ പറഞ്ഞു, ആ ബോക്സിലിട്ടേന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിനോട് പറഞ്ഞു ആ ബോക്സിലിടുന്ന ഞാനാണ് പറഞ്ഞു തന്നിട്ടൊന്നും പറയല്ലേ മോൾ, കണ്ണുകൊണ്ട് കാണിച്ചു സെക്യൂരിറ്റി, അതിലേക്ക് ഇങ്ങനെ ഇട്ടേന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങനെ അതിലേക്ക് ഇട്ടു, ഇടുന്നതും കാണണ്ട അപ്പം തന്നെ എടുത്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോ, സെക്യൂരിറ്റി ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിനോട് പറഞ്ഞു ക്യാമറയിൽ കാണണ്ട, ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ അടിക്കുക പറഞ്ഞു, എൻ്റെ പണി പോകും പറഞ്ഞു. എനിക്ക് പണി പോയാലും പ്രശ്നമില്ല എന്ന് അപ്പോഴും പറഞ്ഞു. അന്നേരം അത് പറഞ്ഞാൽ അവർ പറഞ്ഞു പണി പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒരാഴ്ച ഇനി നിൽക്കും. എത്ര ആൾക്കാരാണ് ഞങ്ങളെ കൂടെ എന്നോട് വന്നിട്ടാണ് സെക്യൂരിറ്റി അവരോട് വന്നിട്ടാണ് കരയുന്നത്. ഇപ്പം കൊച്ചു വരുന്നതിന് കുറച്ച് മുമ്പിലെ ഒരു കൊട്ടാരക്കരയിൽ ഒരു കാല് വയ്യാത്തൊരു ചേച്ചിയും ചേട്ടനും വന്നു. ആ ചേട്ടന് വയ്യ, കാലിന് എന്തൊക്കെയോ പ്രശ്നം, അപ്പോൾ സഹായിക്കുക. അപ്പം ഇതേപോലെ തന്നെ അവരും കരഞ്ഞുകൊണ്ട് പോയി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വഴിയില്ല അങ്ങനെ കാണാം, അങ്ങനെ ഏത് ഫ്ലാറ്റിലാണ് അതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല പറഞ്ഞു. എവിടെയാണ് ചോദിച്ചു, കൊച്ചിയിലാണോ? അപ്പോൾ ആ കൊച്ചിയിലാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ ഗോകുല പറഞ്ഞു 2 മണി വരെ ഇരുന്നാൽ ഗോകുല ഒരു സമയം വന്നാൽ കാണാനേ ഉള്ളൂ, സഹായിക്കില്ല പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്തായാലും വന്നില്ലേ കണ്ടു നോക്കുക പറഞ്ഞു. അങ്ങനെ 2 മണി വരെ ഇരുന്നു.
രണ്ടുപേരും. അപ്പം പറഞ്ഞു മ്യൂസിയത്തിൽ പോയി. ഞാൻ പറഞ്ഞു എവിടെ ഞങ്ങൾ ഇരിക്കും ചേട്ടാ ചോദിച്ചു ആ സെക്യൂരിറ്റിയോട്. അങ്ങേര് കരുണ കാണിച്ചു. അപ്പം ഭക്ഷണം കഴിച്ചോ, ഇന്ന സ്ഥലത്ത് ഹോട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചതാ രാവിലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ മ്യൂസിയം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു കൊച്ചിനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു ചേച്ചി ഈ ബസ്സിൽ കയറിയാൽ മ്യൂസിയത്തിൽ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ നാട്ടുകാരല്ല, ഞാൻ ഇങ്ങനെ വന്നു എന്നൊന്നും പറഞ്ഞില്ല, എനിക്ക് മ്യൂസിയം ഒന്ന് ഇറക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത സ്റ്റോപ്പ് തന്നെയാണ് മ്യൂസിയം. അപ്പോൾ ഇറക്കി. അപ്പോൾ എന്നോട് ആ സെക്യൂരിറ്റി ചേട്ടൻ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. അയാളുടെ ഫോണിൽ ആ സമയത്ത് ചാർജ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു, ചേട്ടാ ഞങ്ങൾ മ്യൂസിയം എത്തി, ഇനി ഞങ്ങൾ എവിടെ ഇരിക്കണ്ടേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊച്ചും മോളും അവളായിട്ട് ആ പാർക്കിൻ്റെ ഉള്ളിലിരുന്നോ, കുറേ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ അന്ന് തിങ്കളാഴ്ച മ്യൂസിയം അടവാ, ഇങ്ങനെ പ്രവേശനം അത്രയില്ല. അപ്പം ഞങ്ങളെല്ലാം അവിടെ ഇരിക്കുമ്പം എല്ലാവരും ഈ കറങ്ങുന്ന കവിത അങ്ങനെയുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. ഞാനും മോളും മാത്രം ഒരു അനാഥരം പോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, കറങ്ങുന്നില്ല, ഒരു സന്തോഷമില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുഞ്ഞിനോട് നമുക്ക് ഇവിടുന്ന് പോകാം, നാണക്കേടാവുന്ന, എല്ലാവരും നമ്മളെ നോക്കി. അല്ലമ്മേ 2 മണി വരെ ഇരിക്കുക, അവരെ മകൻ വരുന്നല്ലേ പറഞ്ഞേ ഗോകുലും. ഞാനിങ്ങനെ വിളിക്കുക ചേട്ടാ വന്ന. അപ്പോൾ പറഞ്ഞു 2 മണി വരെ ഇരുന്നിട്ടും ഇല്ല, 2 മണിക്ക് എത്തുന്ന പെയിൻറ്റും കൊണ്ട് വരുമ്പോൾ പറഞ്ഞേ, പക്ഷെ വന്നില്ല പറഞ്ഞു. ഒരു ഇച്ചിരി ഞാൻ പറഞ്ഞു എത്ര മണിക്കാണ് ട്രെയിൻ? ഞാൻ പറഞ്ഞു എനിക്ക് വൈകിട്ട് 3 മണിക്ക് 3:45 ട്രെയിൻ എന്ന് പറഞ്ഞു തിരിച്ച്. അപ്പം പറഞ്ഞു എന്നാലും കൊച്ചി ഇരിക്ക്, തമ്പാനൂരേക്ക് ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് പോകുമ്പോൾ കണ്ടാലോ, ജസ്റ്റ് മോളെ ഭാഗ്യമുണ്ടെങ്കിൽ കണ്ടാലോ പറഞ്ഞു. അങ്ങനെ 3 മണി ഇരുന്നിട്ടും ഗോകുൽ വന്നില്ല പറഞ്ഞു. വന്നില്ല എന്നാ സെക്യൂരിറ്റി പറഞ്ഞു. 4 മണി ഞങ്ങൾ ട്രെയിൻ കയറുന്ന സമയത്ത് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഗോകുൽ വന്നു, പിന്നെ ഇനി വന്നിട്ട് കാര്യമില്ലല്ലോ, ട്രെയിൻ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വന്നിട്ടും കാര്യമില്ലല്ലോ ഏട്ടാ, സഹായിക്കില്ല എന്നല്ലേ പറഞ്ഞേ. സഹായിക്കില്ല എന്ന് ഉറപ്പാണ് മോളെ, പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞ ഒരവസ്ഥക്ക് ഞാൻ എൻ്റെ കത്ത് കൊടുക്കും. ഞാൻ കൊടുക്കില്ല, എനിക്കതിനുള്ള അധികാരമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യം പോയ സമയത്ത് ഒരു സാമ്യമായിട്ടൊരു ചെറുക്കൻ അവിടെ വന്നു. അപ്പോൾ എന്നോട് ഈ സെക്യൂരിറ്റി പറഞ്ഞു ആ വരുന്നവനാണ് ഇവിടുത്തെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു നോക്ക് സംഭവം നടക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞാൽ ഏകദേശം എല്ലാം കേൾക്കുന്ന ഒരു ചോദിച്ചു നോക്കി. അപ്പം അവൻ വന്നിട്ട് ഇതാരാ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് വന്നേ. അത് കേട്ടപാട് സെക്യൂരിറ്റി ആ കാര്യസ്ഥൻ മണിക്കുട്ടൻ എന്ന പേര് പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞേ, മണിക്കുട്ടൻ എന്ന് പറയുന്നൊരു കാര്യസ്ഥൻ അന്ന് അവർ സാമ്യമായിരുന്നു, ചെറുപ്പക്കാരൻ ചെറുക്കാനൊക്കെ. അപ്പോൾ തന്നെ കയറിപ്പോയി. അപ്പോൾ പറഞ്ഞു ഈ സെക്യൂരിറ്റി അവനോട് പറഞ്ഞു എടാ ഇവരിങ്ങനെ വന്നതാണ്, ഒന്ന് സഹായിക്കുക, കൊച്ചിൻ്റെ പഠിത്തത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക്, വേറെ ഒന്നിനും. ഒരക്ഷരം മിണ്ടാണ്ട് അവൻ കയറിപ്പോയി. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു, ട്രെയിനിൽ കയറി. അപ്പോൾ ഞാൻ ഈ അത്രയും ഒരു 2 മണി മുതൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, 2 മണി വരെ, 2:30 അല്ല 3 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. ആ സമയത്ത് എവിടെയും ഭക്ഷണമില്ല. ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഈ കൊച്ചിന് വിശന്നിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പാളയത്തേക്ക് പോകുന്ന ഒരു റൂട്ട് എനിക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ ഓരോരാളോടും ചോദിച്ചു ഇവിടെ എവിടെ ഹോട്ടൽ. അപ്പം അവിടെ വരുന്ന പിള്ളേർ പറഞ്ഞു ചേച്ചി ഇതിലേ പോയ ഒരു ഓട്ടോ വിളിച്ചാൽ അങ്ങ് അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. അമല എന്താണ് സുരേഷ് ഗോപിക്കുള്ള ലെറ്ററിൽ എഴുതിയത്? അത് 3 വർഷത്തേക്ക് 8ഉം 9ഉം 10ാം ക്ലാസ്സിലേക്ക് ഉള്ളൊരു എഡ്യൂക്കേഷനുള്ളൊരു സഹായത്തിന് വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. മോൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? ഉണ്ട്, പക്ഷേ പപ്പയുടെ ബുദ്ധിമുട്ട് അതുകൊണ്ടായിരുന്നു അങ്ങനെ പോവാനുള്ള കാരണം. പഠിത്തത്തിൽ എങ്ങനെയാ മോള്? നന്നായി പഠിക്കുന്നുണ്ടോ? അപ്പോൾ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കാനുള്ള പൈസ കിട്ടാൻ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അതിനകത്ത് ലെറ്ററിൽ എന്താ എഴുതിയത്? അത്രേ എഴുതിയുള്ളൂ, ഫോൺ നമ്പറും സഹായം. അവള് പിന്നെ ഞാൻ ചോദിച്ചു ഇവളോട്. അപ്പോൾ ഇവള് പറഞ്ഞു അമ്മ ഞാൻ എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ല, എൻ്റെ മരിച്ചുപോയ അച്ഛനാണ് സത്യം. എന്താണ് അഭിസംബോധന ചെയ്തത്? എന്ത് സുരേഷ് ഗോപി എന്നുള്ള സുരേഷ് ഗോപി അങ്കിൾ എന്നോ അല്ല, ബഹുമാനപ്പെട്ട മലയാളത്തിലാണോ അല്ല ഇംഗ്ലീഷാ മൊത്തം. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം. ഇംഗ്ലീഷ് കോമഡി സ്കൂളിലാണ് പഠിക്കുന്നത്. ടോപ്പറാണ്, ഏറ്റവും ടോപ്പായി നന്നായി പഠിക്കും. LKG മുതൽ ഇന്ന് വരെ ടോപ്പറാ. ആണോ? ഏറ്റവും ഫസ്റ്റ് പഠിക്കുന്ന കുട്ടിയാണ്. ആഹാ. അപ്പം അങ്ങനെ എഴുതിയ കത്ത് അവിടെ പോയപ്പോൾ നമ്മൾ എന്തിനാ പൊട്ടിക്കരഞ്ഞത്? നിങ്ങൾ എന്തിനാ പൊട്ടിക്കരയുന്നതിന്? പൊട്ടിക്കരയുന്നതെന്ന് പറഞ്ഞാല് സുരേഷ് ഗോപിനെ കണ്ടില്ലെങ്കിൽ പോട്ടെ, അങ്ങനെ പല സ്ഥലത്തും പോകുന്ന ആളാ, എന്നും വീട്ടിലിരിക്കണം എന്നില്ല. ഇപ്പം വീട് പണിയാണെന്നും ഓക്കെ, അതും പോട്ടെ, വീട്ടു പണിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ കാണാത്തതെന്ന് വിചാരിക്കാം. പക്ഷേ അവിടെ ഒരു ലെറ്റർ ബോക്സ് ഉണ്ട്, എല്ലാവരും സങ്കടപ്പെട്ടി ഉമ്മൻചാണ്ടി സാർ ഇടുന്ന കണക്കെ എല്ലാവരും സങ്കടപ്പെട്ടിട്ട് അത് അങ്ങേരിക്ക് എല്ലാം എടുത്ത് എന്തെങ്കിലും വായിച്ചിട്ട് സന്മനസ്സുണ്ടെങ്കിൽ അയാൾക്ക് പറ്റുന്ന സഹായം നമ്പർ എഴുതിയിട്ടുണ്ട്, കോണ്ടാക്റ്റ്
സാറിന് ഈ എൻ്റെ സഹായം ചെയ്യാൻ താല്പര്യം സാറിന് സന്മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു നമ്പറും എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ എൻ്റെ നമ്പർ. അപ്പം അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിളിക്കും, അങ്ങനെയുള്ളൊരു സന്മനസ്സെങ്കിലും അങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ആ സെക്യൂരിറ്റീനെ വീട്ടിലെത്തി ഒരാഴ്ചയോളം ഞാൻ വിളിച്ചു. അവിടുന്ന് പൊട്ടിക്കറിഞ്ഞത് അപ്പം തന്നെ സെക്യൂരിറ്റി പറഞ്ഞു, കത്തിടുന്നതിന് മുമ്പിൽ അവിടെ എത്തിയ പാടനെ ഒരു അറുത്ത് മുറിച്ചണക്കെ സെക്യൂരിറ്റി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ സഹായിക്കില്ല, ഇതൊന്നും ഇവിടെ വാങ്ങില്ല, അതൊക്കെ കൊണ്ടുപോയിക്കോ. വിളിക്കാൻ പറഞ്ഞു. സുരേഷ് ഗോപിനെ വിളിക്കാനുള്ള അധികാരം സെക്യൂരിറ്റിക്ക് ഇല്ല പറഞ്ഞു, മകനെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു അവരോട് എങ്ങനെയാണ് ചോദിക്കും, മകൻ്റെ നമ്പർ താന്ന്, അത് അവരെ ജോലിനെ ബാധിക്കും, അത് ഞാൻ ചോദിച്ചില്ല. അപ്പം അങ്ങേര് പറഞ്ഞു സുരേഷ് ഗോപി സഹായിക്കില്ല, ഇത് ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി. അതാണ് ഞാൻ പൊട്ടിക്കരയാൻ കാരണം. വന്നെത്തിയത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക്, അയാളെ കാണാനില്ല, ലെറ്റർ എഴുതിയാൽ വായിക്കില്ല പറഞ്ഞു, ഇതിട്ടിട്ടും കാര്യമില്ല, കാര്യസ്ഥൻ അവർ എടുത്ത് കളയും, ഇങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ ആ സെക്യൂരിറ്റിയോട് തുറന്ന് ഞാൻ ചോദിച്ചു, നാടകമാണോ എന്ന് ചോദിച്ചു. സുരേഷ് ഗോപിയുടെ ഈ അപ്പം ഫേസ്ബുക്കിൽ ഇതിലൊക്കെ സഹായിക്കുന്നതെന്ന് കാണിക്കുന്നത് എന്താ ചോദിച്ചു. ആ സെക്യൂരിറ്റി എൻ്റെ മോളാണ് സത്യം പറഞ്ഞു, അതൊക്കെ നാടകമാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ ചേട്ടാ, എന്നോട് എന്തെങ്കിലും വൈരാഗ്യം നിങ്ങൾക്ക് ഉണ്ടോ ചോദിച്ചു. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഒരു അർത്ഥം മുറിച്ച് സംസാരിക്കുന്ന ചോദിച്ചു. കൊച്ചെ ഉള്ള സത്യം പറഞ്ഞു, ഞങ്ങൾക്കിത് വാങ്ങാനുള്ള അധികാരമില്ല, ഞാനൊരു സെക്യൂരിറ്റിയാണ്, മുകളിൽ നിന്ന് എനിക്ക് ഓർഡർ ഉണ്ടെങ്കിലല്ലേ ഇത് വാങ്ങാൻ പറ്റും. ഇവിടെ നിങ്ങൾ വരുന്നതിന് മുമ്പിൽ ഒരു കൊട്ടാരക്കരയെന്നൊരു വയസ്സായവർ വന്നു, അവരും ഇതേപോലെ കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ ഞാൻ കൊച്ചിനോട് സഹതാപം തോന്നിയത് ഒരു കുഞ്ഞു മോളായിട്ടാണ് വന്നേ. ആ കത്ത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് ഇതിൽ ഇട്ടോന്ന് പറഞ്ഞേ. മറ്റുള്ളവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എൻ്റെ പണി പോകും. എന്നോട് പറഞ്ഞത് ഗോകുല് ഒരു സാധനം വാങ്ങിക്കരുത്, ഒരാളെ ലെറ്റർ, സുരേഷ് ഗോപിയുടെ മകൻ, ഒരാളെ ലെറ്ററും വാങ്ങിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കണ്ട, ഇവിടെ ഇടാനെന്ന്. അപ്പം പറഞ്ഞു അതിലിട്ടോ, കൊച്ചിന് ഭാഗ്യമുണ്ടെങ്കിൽ അവർ വായിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സമാധാനിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഇട്ടത്. ഈ സംഭവം കാരണമാണ് ഞാൻ കരഞ്ഞത്, കാരണം എല്ലാ പ്രതീക്ഷയും പോയി. ആ സെക്യൂരിറ്റി എടുത്തടിച്ച് പറയാണ് സഹായിക്കില്ല, നിങ്ങൾ ഇട്ടിട്ടും കാര്യമില്ല. അപ്പം കാര്യസ്ഥനോട് പറയുമ്പോൾ കാര്യസ്ഥനും കേൾക്കുന്നില്ല, കാര്യസ്ഥനും പോകുന്നു. അവിടുന്ന് പെയിൻ്റ് അടിക്കുന്നവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്, വലിയ വലിയ ചേട്ടന്മാർ നോക്കുന്നുണ്ട്. അപ്പോഴും വന്നിട്ട് അവരിങ്ങനെ നോക്കി, എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവരെല്ലാവരും നോക്കുന്നുണ്ട്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ആദ്യമായിട്ടൊരു നാട്ടിലേക്ക് പോകുന്നത്, ഒരു കുഞ്ഞിനെയും വെച്ച് രാത്രി ഉറങ്ങിയില്ല, റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പൈസ ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഉറങ്ങിയില്ല, തിരിച്ചു വരുമ്പോഴും ഉറക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ക്ഷീണം, ഭക്ഷണം കിട്ടാൻ ഹോട്ടലിൽ പോയ കഷ്ടപ്പാട് പറഞ്ഞ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ പോലീസുകാരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മുത്തേനെ ഞങ്ങളെ പിടിക്കുമോ, ഇവരെന്താന്ന് കുറേ സമയം ഇങ്ങനെ നടക്കുന്നത് തേരാ ഹോട്ടൽ അന്വേഷിച്ചിട്ട് ആ വെയിലത്ത്. അപ്പോൾ എവിടെയും ഭക്ഷണമില്ല. അന്ന് 10 മണി വരെ ചായ മാത്രമേ അവിടേക്കുള്ള ഹോട്ടലിലുള്ളൂ. അപ്പം ചോദിക്കുമ്പോൾ പറഞ്ഞു പാളയത്തേക്ക് പോകണമെന്ന്. എനിക്ക് പാളയം അറിയില്ല. അപ്പോൾ ഒരു ചെറുക്കൻ മ്യൂസിയത്തിൽ വന്നൊരു കുട്ടീനോട് ചോദിച്ചു, മോനെ, അപ്പോൾ പറഞ്ഞു ചേച്ചി ഓട്ടോ വിളിച്ച് പോകണം എന്ന് പറഞ്ഞു, ഒരു 10-40 രൂപ വാങ്ങും അവർ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഭക്ഷണം. വീണ്ടും വന്ന് ഈ മ്യൂസിയത്തിലിരിക്കും, കാരണം ഗോകുലിനെ കാണാൻ. ആ അവസ്ഥയെ ഓർത്ത് ഞാൻ ആ മ്യൂസിയത്തിൽ നിന്നും കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തിരുവല്ലയിലെ ഒരു ചേച്ചി എന്നെ കണ്ടിട്ട് നിങ്ങൾ കുറേ സമയമല്ലേ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ വന്നേ, എന്താ കാരണം, ഒരു അമ്മയും മോളും ഒറ്റക്ക്, അവർ ഭർത്താവും മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് വന്നതെന്ന് പറഞ്ഞില്ല, കാരണം സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് പോയിട്ട് കിട്ടിയത് ഒരു ബുദ്ധിമുട്ടും സങ്കടമാണ്, ഒരു ഇതുമില്ല. കാരണം കത്തിട്ടാലും വായിക്കില്ല പറഞ്ഞു, എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ടതാ, മനസ്സാക്ഷി ഉണ്ടെങ്കിൽ വായിക്കട്ടെ. അപ്പം ഞാൻ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇതൊക്കെ നാടകമാണോ ചേട്ടാ, ഈ സുരേഷ് ഗോപിനോട് ഒരു പെണ്ണിനോടൊക്കെ? കൊച്ചി അതൊക്കെ പ്രഹസനാ പറഞ്ഞു, എന്നോട് പറഞ്ഞതാ, പ്രഹസനാണ്. എൻ്റെ കൊച്ചിന് അസുഖം വന്നിട്ട് ഒരു സഹായം ഈ മനുഷ്യൻ തന്നിട്ടില്ലല്ലോ ചോദിച്ചു. എൻ്റെ ഭാര്യ ചോദിച്ചല്ലോ, സുരേഷ് ഗോപിയുടെ വീട്ടിലല്ലേ നിൽക്കുന്ന, സഹായം ചോദിച്ചൂടെ? മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ലേ, അപ്പം പിന്നെ നമുക്ക് എത്ര തരും? ഞാൻ 3 മാസമായി കൊച്ചി ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇവിടുന്ന് മാറും. ഈ വരുന്നവരെ കണ്ണീര് മൊത്തം ഞാൻ അനുഭവിക്കുന്നത്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവർ കരയുന്നത്, ഇവരുടെ ഒന്നും മുഖത്ത് നോക്കിയിട്ടല്ല. അങ്ങനെ അയാൾ പറഞ്ഞു. അപ്പോൾ ഈ പാവം എനിക്ക് എടുക്കാൻ വയ്യ, ഞാൻ മാറിയാണ് പറഞ്ഞു. പിന്നെ എന്നെ വന്ന ഒരു സെക്യൂരിറ്റി എന്നില്ല, ഒരു പട്ടിയുടെ വില പോലും കാണിക്കില്ല, ഒരു അക്ഷരം ഇന്ന് വരെ എന്നോട് മിണ്ടിയിട്ടില്ല പറഞ്ഞു സുരേഷ് ഗോപി. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ എന്താ, അവരെ മനുഷ്യൻ്റെ രൂപം കണ്ടില്ലേ ചോദിച്ചു. ആ മുഖഭാവം തന്നെ അവരുള്ളൂ, സ്നേഹവും ഇല്ല. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, കാരണം ഞങ്ങൾ ഈ നാട്ടുകാരാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, കൊച്ചിനെ അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വൈരാഗ്യം കൊണ്ട് പറയുകയാണോ എന്ന് ഞാൻ ചോദിച്ചു.
ഞാൻ ഇവരെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ വൈരാഗ്യം കൊണ്ട് പറയുകയോ ചോദിച്ചു. എൻ്റെ അനുഭവമാണ്. കാരണം ഞങ്ങളോട് ഓർഡർ തന്നത് അതാണ്, വാങ്ങിക്കരുത്, അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറയണം, ഒരു ലെറ്ററും വാങ്ങിക്കരുത്, അച്ഛൻ സഹായിക്കുന്നില്ല, അച്ഛൻ ഇനി MP സ്ഥാനം ഇല്ലല്ലോ എന്നാണ് ഗോകുല് പറഞ്ഞത്. സാറിന് MP സ്ഥാനം ഇല്ലല്ലോ, MP സ്ഥാനം ഉണ്ടാകുമ്പോൾ ഇനി സഹായിക്കുമായിരിക്കും എന്നാണ് എന്നോട് സെക്യൂരിറ്റി പറഞ്ഞത്. അതാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പം ഒരു പെണ്ണ് ഭൂമി, ഞാൻ സത്യം പറഞ്ഞു അവിടുന്ന് ഭൂമി നിലച്ച് ആ വീട് മൊത്തം നോക്കി ഞാൻ ഒരു പിടി നിലത്തിങ്ങനെ ചവിട്ടിയിട്ട് ഇത്രയും ഒരു ശപിച്ച സ്ഥലത്തേക്കാണോ ഞാൻ എത്തിപ്പെട്ട്. കാരണം എന്തെങ്കിലും കത്ത് വായിച്ചിട്ട് ആ കത്തിലുള്ള 2 വരി വായിക്കാനുള്ള സന്മനസ്സെങ്കിലും അവർ കാണിക്കും. പിന്നെന്താ ഇതുവരെ കിട്ടി അല്ല, കത്ത് അവരെടുത്ത് കളഞ്ഞു, കത്തിച്ചു പറഞ്ഞു സെക്യൂരിറ്റി. ഞാൻ 5 ദിവസം നിരന്തരം വിളിച്ചു. അപ്പം 3-ാമത്തെ ദിവസം അങ്ങനെ എങ്ങനെ പറയേണ്ടത് വിചാരിച്ചിട്ട് എന്നോട്, കൊച്ചേ സങ്കടമൊന്നും വിചാരിക്കരുത്, അതാ കാര്യസ്ഥൻ അപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന മണി ഓർഡർ പോസ്റ്റ്മാൻ കൊണ്ടുവന്നാൽ അത് മാത്രമേ എടുക്കും, ഈ ലെറ്റർ പേഡിൽ ആരും ഇടുന്നില്ല, നിങ്ങളെ പോലെയുള്ളവർ വന്നിട്ടേ ഇടുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു MP ആയ സമയത്ത് അപ്പുറം ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, ആ ഓഫീസിലാണ് കൊണ്ടുപോയി. ഇത് വെറുതെ വെച്ചതാ, MP ആയ സമയത്ത് വെച്ചെന്നേ ഉള്ളൂ, ഇപ്പം ആരും ഇതിലിടുന്നില്ല. പിന്നെ നിങ്ങളെ പോലത്തെ ഇന്നാൾ കരഞ്ഞു വന്ന കുറേ ആൾക്കാർ വന്നു. പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, അവരിതേപോലെ സങ്കടപ്പെട്ടിട്ട് പോയി. ഇല്ല എന്ന് പറയുമ്പോൾ അത്രയും ദൂരത്തുനിന്നാണ് വന്നത്. അവരും ഇതുപോലെ, പക്ഷെ കുഞ്ഞായിട്ട് വന്നത് ഇത്രയും ഈ ബുദ്ധിമുട്ടിലും വന്നത്, അവരൊക്കെ നല്ല പവറുള്ള ആൾക്കാരാണ് സഹായത്തിൽ കാഴ്ചക്ക്. ഒരു കുഞ്ഞായിട്ട് ഇത്ര ചെറിയൊരാളും വന്നത് കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവകാശമായിട്ട് ബാക്കി എല്ലാവർക്കും വീടില്ല, അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നേ. എന്തിനാണ് എന്നോട് സംസാരിച്ച സമയത്ത് സുരേഷ് ഗോപി ശപിച്ചത്? ശപിച്ചത് അങ്ങനെയല്ല, അയാളിപ്പം മാർക്ക് എല്ലാവരും കൂടെ നിന്ന് ജയിപ്പിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ മനസ്സിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാലത്ത് അയാൾ ഉമ്മറത്തിരുന്ന് അയാൾ കരയും. കാരണം ആ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് ഞാൻ കരയുമ്പം ആ സെക്യൂരിറ്റി ഇപ്പോഴും പറയും, നിന്റെ കണ്ണീര് വീണ നിലം നശിക്കുള്ളൂ. കാരണം അങ്ങനെയായിരുന്നു ഞാൻ അപ്പം എൻ്റെ മോൾ ഇതേപോലെയാണ് നിന്ന്, അമ്മ കരയില്ല, അമ്മ കരയില്ല. കാരണം ആ ഭൂമി ഇങ്ങനെ പിളർന്ന് പോയിരുന്നെങ്കിലും ചിന്തിച്ചു. കാരണം ആ സെക്യൂരിറ്റി അവരെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു പ്രതീക്ഷയിലൊരു മനുഷ്യൻ സന്മനസ്സില്ല ഒരാളാ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പുറത്തൊരു ചേച്ചി നോക്കി നിൽക്കുന്നുണ്ട്, ഇതൊക്കെ നാടകമാണോ, ഈ പ്രഹസനാണോ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി എന്നോട് പറയാം പ്രഹസനാണ്, അല്ലെങ്കിൽ ഒരു കത്ത് വാങ്ങിയിടാനില്ല സന്മനസ് അവർ കാണിക്കുക, അതൊരു പെട്ടിയിലിട്ട് വീട്ടിൽ വെച്ച് അങ്ങനെ വായിക്കില്ലേ, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് അത് കത്തിക്കുന്നേന്ന്. പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന്, കൊച്ചെൻ്റെ മോളെ ഇച്ചിരി പ്രായമുള്ള ഇത് എനിക്കും 2 പെണ്ണുമക്കളാ, അത് കണ്ടോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ് ശപിക്കാൻ കാരണം ആര് ജയിപ്പിച്ചാലും ദൈവം അയാളെ ജയിപ്പിക്കില്ല സുരേഷ് ഗോപിനാ സത്യം. കാരണം ഈ 3 മാസം അയാളെ മകളെ കല്യാണത്തിന് നടത്തുന്ന ഷോ കണ്ടിട്ട് ഞാൻ എൻ്റെ മോളോടും ദൈവത്തോടും ചോദിച്ചു, അതിൽ നിന്നൊരു മുല്ലപ്പൂ വാങ്ങുന്ന പൈസ മതി ഈ വരുന്നവർക്ക് സഹായിക്കാൻ. അപ്പം അയാൾക്ക് MP ആയാൽ മാത്രമേ അയാൾ സഹായിക്കുന്ന അയാളെ മകൻ പറയുമ്പോൾ അപ്പോൾ ഒരു പ്രഹസന സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാണിക്കുന്ന നാടകമല്ലേ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, അത്രക്കും ഇഷ്ടപ്പെട്ടൊരു നടനാണ്. ഇന്നും മരിച്ചാലും കേൾക്കാത്ത പഴിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് റേഷൻ കാർഡിൻ്റെ നമ്പർ തരാഞ്ഞിട്ട് ഞാൻ വേറൊരാളെ കൊണ്ട് വിളിപ്പിക്കുമ്പോൾ അത്രയും 14 വർഷം ഞാൻ വിളിച്ചില്ല എൻ്റെ നാട്ടിലേക്ക്. അത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഒരു RSSകാരനാണ്. ആ ചേട്ടൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഫോൺ വെക്കുന്ന സമയത്ത്, എടി നീയല്ലേ പണ്ട് സുരേഷ് ഗോപിനെ കാണാൻ നാട് വിട്ടു പോയേ, എന്നിട്ട് ഇപ്പം നീ അവിടെയൊക്കെ ആയില്ലേ, ഇപ്പം നീ സുരേഷ് ഗോപിനെ കണ്ടോ? അന്നേരം ഞാൻ ചോദിച്ചു, ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇതൊന്നും തീർന്നിട്ടില്ലേ, ഈ അപമാനം ഈ അപവാദം എന്നെ പറയല്, ഈ പഴി ഞാൻ ഇത്രയും നാട് വിട്ടു വന്നു എന്നിട്ടും എന്നെ ഇങ്ങനെ. ഇപ്പം എന്താണ്, ഞാനിപ്പോൾ തേടി വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞങ്ങളിത് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം അതിൽ പറഞ്ഞ ആൾക്കാരെല്ലാം പറഞ്ഞെന്താ ഇത് കള്ളമാണ്, ആ ഒരു കള്ളം പറയാണ്, വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വന്ന് ആളെ കാണാനും യഥാർത്ഥ സത്യം മനസ്സിലായി. എന്നോട് ഫോണിലൂടെയല്ലേ പറഞ്ഞുള്ളൂ, മുമ്പ് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ പ്രകാരമുള്ള കുറേ ആളുകൾ എന്നെ വിളിച്ച കൂട്ടത്തിൽ ജയും വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കുറേ വർക്ക് ചെയ്ത സമയത്ത് ആ സമയത്ത് കുറേ ആളുകൾ വിളിച്ചിട്ടാണ് എന്നോട് നമ്പറൊക്കെ ചോദിച്ചത്. ഈ ഇലക്ഷൻ സമയത്ത് എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ബൈ ചാൻസ് എന്താ അറിയില്ല, ഞാൻ നിമിത്തത്തിന് എടുത്തു പോയി. കാരണം ഞാൻ എൻ്റെ 18 ഈ പറയുന്ന ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് പച്ച കള്ളമാണ് അവർ പറയുന്നത്,
കെട്ടിച്ചമച്ചതാണ്. ആ വെറുതെ സുരേഷ് ഗോപിയെ പറ്റി ഇല്ലാത്ത ഒരു ആരോപണം പറയുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുക? ഇതും ഞാൻ പറഞ്ഞു, എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എത്രയോ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ അപവാദമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. സത്യം തെളിയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോഴും പറയും ഓ എലക്ഷൻ സമയത്ത്. പക്ഷെ ഞാൻ എലക്ഷന് ചിന്തിച്ചിട്ടല്ല ഞാൻ സംസാരിച്ചത്. അപ്പം ഇന്നലെ ഞാൻ പറയുന്ന മോളെ ഇത് എലക്ഷൻ്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് അങ്ങേരെ തരിവാരി തേക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കാരണം ഞാൻ അങ്ങേരെ അത്രയും ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ്. കാരണം ഞാൻ അങ്ങേരെ കരിവാരി തേക്കാൻ പറഞ്ഞതല്ല, അങ്ങേരെ ഞാൻ അപവാദം പറഞ്ഞതല്ല. എനിക്ക് ആ വീട്ടിൽ പോയിട്ടാകുമ്പം അങ്ങേരെ വീട്ടിൽ പോയി അങ്ങേരെ കാണേണ്ട ആരും അവിടെ വേണ്ട. അവിടെ എല്ലാം നോക്കി നടത്തുന്ന ആൾക്കാരുണ്ട്. മകൻ എന്നും വരുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇന്ന ആൾ വന്ന് ഇന്ന കത്ത്, ആ കത്ത് വാങ്ങിക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന മണി ഓർഡർ മാത്രം. അതിലാണ് ഞാൻ വേദനിച്ചത്. സുരേഷ് ഗോപി സഹായിക്കേണ്ട, അവരെ പണം അവർ അധ്വാനിക്കുന്ന അവരെ മക്കൾക്കും ഭാര്യക്കുമാണ്. പക്ഷെ ഞാൻ ഇത്രയും സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ, എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു നടൻ എൻ്റെ അടുത്ത് പോയാൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞെഴുതിയ കത്ത് അങ്ങേര് വായിച്ചിട്ട് അങ്ങനെയെങ്കിലും ദൈവം അങ്ങേരെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അല്ലാണ്ട് ഈ പറയുന്നേ ഇപ്പം തുണിയും പൊക്കി നടക്കുന്ന സുരേഷ് ഗോപിയുടെ നടക്കുന്ന പെണ്ണുങ്ങൾ പറയുന്ന പോലെ അല്ല. അതാ ഞാൻ പറഞ്ഞേ. അവരിപ്പം സുരേഷ് ഗോപിക്ക് ഇപ്പം നാളെ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം പറയുന്ന എല്ലാ പെണ്ണുങ്ങളോടും, ആണുങ്ങളായാലും ഏത് കൊലവന്മാരായാലും സുരേഷ് ഗോപിനെ ഞാൻ കുറ്റം പറയുന്നതല്ല. എനിക്കില്ല അനുഭവം ഞാൻ പറഞ്ഞത്. ഈ 3 മാസം ഞാൻ കരുമ്പോൾ സുരേഷ് ഗോപിയുടെ മകളെ കല്യാണം പോലും ഞാൻ നോക്കിയില്ല വീഡിയോയിൽ. ഞാൻ ദൈവത്തിന് വിളിച്ച് ഒന്നേ ചോദിച്ചുള്ളൂ. ഇതിനൊക്കെ ഉത്തരം ഞാൻ ഒരു ദിവസം പറയും. അയാളിനി 1000 വർഷം MP ആയിക്കോട്ടെ, ആവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അയാൾ മുറ്റത്തിരുന്ന് ഒരാളെ ബുക്ക് അല്ലെങ്കിൽ ഒരാളെ കത്ത് കിട്ടി വായിക്കാൻ ആരും അയാളെ നോക്കാത്ത കാലത്ത് അയാൾ ഇരുന്ന് കരയും. അത് കണ്ടിട്ട് അയാൾ മരിക്കും. കാരണം ഇത് ഞാനാ കരുതുന്നത്. എൻ്റെ കണ്ണിലെ വീട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരം ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ അയാൾ അത് കാണിക്കും. കാരണം ഈ നടത്തുന്ന പണം കൊണ്ട് അയാൾ നടത്തുന്നില്ല. അയാൾ മക്കൾക്ക് കല്യാണം അയാൾ ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ അനുഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഈ ലോകം മൊത്തം അപമാനിച്ചാലും എന്നെ അപമാനിച്ചാലും ഞാനുള്ള സത്യം പറയുന്നത്. അതിന് തെളിവ് അവിടെ ക്യാമറയുണ്ട്. ഇനി സുരേഷ് ഗോപി വാച്ച്മാനും ഉണ്ട്. മണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കാര്യസ്ഥനുണ്ട്. അന്ന് അയാൾ സ്വാമിയായിരുന്നു. ആ മ്യൂസിയത്തിന്റെ മൊത്തം സ്ഥലമുണ്ട്. പലരും ആക്ഷേപിച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നിനക്ക് നാണക്കേടാവോ, ഭർത്താവിന് നാണക്കേടാവോ? അപ്പം ഇവള് പറഞ്ഞതാ ഒരു നാണക്കേടില്ല. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് മാറാൻ വേണ്ടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്ത് വീട് തൊടുപുഴയാണല്ലോ. അപ്പോൾ ആ ഭാഗത്ത് ഏതെങ്കിലും ഇവിടെ സ്കൂളുകൾക്ക് ഭയങ്കര പൈസയാണ്. 30,000 25,000 ഒക്കെ അഡ്വാൻസ് ചോദിക്കുന്നത്. 9,000 അത്രേ ഉള്ളൂ. വേറെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു ഇവനോട്, എനിക്ക് വീട് വേണ്ടിയിട്ടല്ല, എനിക്ക് വീട് വേണ്ട, വാടകയ്ക്ക് താമസിച്ചോളാം. എൻ്റെ ഭർത്താവിന് അസുഖം ചികിത്സിക്കേണ്ട, ഭർത്താവ് മരിച്ചോട്ടെ, പക്ഷെ എൻ്റെ കുഞ്ഞിനൊരു സുരക്ഷിതത്വം. 10ാം ക്ലാസ് അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു കടയിൽ പോയി കമ്പ്യൂട്ടർ എങ്കിലും എഴുതി 10ാം ക്ലാസ് വരെയുള്ള ഒരു പഠിത്തം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വേറെ മലയാളത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മൊത്തം ഇംഗ്ലീഷ് ആയതുകൊണ്ട് മലയാളത്ര അറിയുന്നില്ല. മലയാളത്തിൽ ഫുള്ള് മാർക്കാണ്, പക്ഷേ പഠിക്കുന്നത് പക്ഷെ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു സിറ്റുവേഷൻ, ഇവളെ ഭാവി സുരക്ഷിതമാവണം. എൻ്റെ ഭർത്താവ് മൂലക്ക് തളർന്ന് കിടന്നാലും ഞാൻ എങ്ങനെയെങ്കിലും പറ്റുന്നതൊക്കെ ജീവിച്ചാലും ഇവൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവരുത് പഠിത്തത്തിൽ. കാരണം അവളെ ബാധിക്കും. കാരണം ഇന്ന് വരെ ഏത് ടീച്ചറും പറയുന്നത് കഷ്ടപ്പെട്ടാണെങ്കിലും മോളെ പഠിപ്പിക്കണം. ഏത് ടീച്ചർ വിളിച്ചാലും ഒരിക്കലും എൻ്റെ മോളെ പറയില്ല. കാരണം അച്ഛന്മാർ പോലും, അവൾ മംഗലം ഡാമിൽ പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു ഫീസ് പോലും വാങ്ങിയിട്ടില്ല. അത് അച്ഛൻ, ചെറിയാനച്ഛനാ. ശപിക്കുന്നത് സാറേ, സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാണനാ സത്യം പറഞ്ഞേ. കാരണം അങ്ങനെ നാട് വിട്ടു പോയൊരു പെണ്ണ. കാരണം ഞാൻ പറഞ്ഞില്ല, അയാൾ ആരും അല്ലാത്തൊരു 7ാം കൂലിയായി വളർന്ന സമയത്താണ് ഞാൻ ഇഷ്ടപ്പെട്ടു പോയത്. ശപിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ സന്മനസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ. എത്ര ആൾക്കാരെ വേദനയിലാണ് എഴുതുന്ന കത്താ. എത്ര ആൾക്കാർ അയാൾ സഹായിക്കേണ്ട. അയാൾ പറയണത് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് സഹായിക്കാൻ പറ്റുന്നവരെ ഞാൻ സഹായിക്കുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് കരച്ചിൽ വന്നതും കരഞ്ഞതും ശപിക്കുന്നതും ഒരാൾ എഴുതുന്നത് അങ്ങനെ ചങ്ക് പൊട്ടിയ വേദനയില ഒരു സഹായം ചോദിച്ച് എഴുതുന്നത്, ഒരാൾ കല്യാണക്കുറി സന്തോഷത്തിൽ എഴുതുന്നല്ല. അപ്പം ആ ഒരാളെ വേദന വായിക്കാൻ പോലും അയാൾക്ക് സന്മനസ്സില്ല. പിന്നെ അങ്ങനെ എങ്ങനെയാണ് മറ്റുള്ളവനെ ആത്മാർത്ഥമായി സ്നേഹിക്കും? കാരണം ഇപ്പം എൻ്റെ ഭർത്താവ് എന്നോട് വരുമ്പം ഷൊർണൂരാണ് വന്നിട്ട് ട്രെയിൻ ഇറങ്ങി രാത്രി 2 മണിക്ക്. അവിടത്തേക്ക് ബൈക്കിൽ അവിടെ വരെ വെച്ചാലും ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, നിന്നാ വരുന്നത്. ഈ മുട്ടിന് നീരുണ്ട്, 2 മുട്ടിന് നീരുണ്ട്. ഒരുപാട് സമയം ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല, പിന്നെ എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഷുഗർ ഉള്ളതുകൊണ്ട് ചിരട്ടയിൽ അങ്ങനെ പല പ്രശ്നമുണ്ട്.
ആള് ജീവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ടോ, അതാണ് ഇന്നും അപ്പം ഈ സഹായം ഇങ്ങനെ സഹായിക്കാത്ത ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് വഴി നീളെ, പിന്നെ എൻ്റെ കുഞ്ഞു പറഞ്ഞു, അമ്മ ചത്തിട്ട് വരെയാ പപ്പേ, ഇനിയും കുത്തരുത്. കാരണം ഞാൻ പറഞ്ഞതല്ലേ പെണ്ണെ, ഈ 3000 രൂപ ഞാൻ വേറൊരാളോട് കടം വാങ്ങിയിട്ടാണ് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് നിങ്ങളെ വിടുന്നത്, നിന്റെ വിശ്വാസം കൊണ്ട്. ഇവിടുന്ന് പോകാൻ വേണ്ടി 3000 രൂപ എൻ്റെ ഭർത്താവ് വേറെ വല്ലപ്പുഴയെന്ന്, അവിടെയാണ് റബ്ബർ വെട്ടില്ല, ഇപ്പം റബ്ബർ വെട്ടിന് ഇങ്ങനെ ചിരണ്ടിയിട്ട് പശ തേക്കുന്ന പണി വേണ്ടേ, അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ച പണവും കൊണ്ടാ വേണ്ടേ, ഈ പണം ഞാൻ കൊടുക്കണമെങ്കിൽ എത്ര ദിവസം ഞാൻ പണിയെടുക്കണം? സഹായം കിട്ടിയെങ്കിലും പിന്നെയും സഹായിക്കാവും, പോട്ടെ, എൻ്റെ കൊച്ചിന് സഹായം കിട്ടിയല്ലോ. അപ്പം കുഞ്ഞു പറഞ്ഞു, അമ്മ ചത്തിട്ടാണ് പപ്പ വരുന്നത്, ഞാൻ വണ്ടിയിൽ തുള്ളും, ഇനി എന്നെ അപമാനിച്ച അവിടെ പോയിട്ടോ, കാരണം നിനക്കല്ലേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു നീ വർഷങ്ങളായില്ല തുള്ളുന്നു. കാരണം പറയാൻ കാരണമുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ട് പാപ്പൻ സിനിമ ഇറങ്ങിയിട്ടാകുമ്പോൾ വല്ലപ്പുഴയിലെ ഭർത്താവിനെ വിളിച്ചിട്ട് വയ്യാണ്ട് അസുഖമായിക്കോട്ടെ, അങ്ങനെ ഒരു പെണ്ണാണ് ഞാൻ. ഇച്ചായ എനിക്ക് പാപ്പൻ സിനിമ വർഷങ്ങളായി അങ്ങേരെ സിനിമ കാണാത്ത, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരെ വരുത്തിച്ചിട്ട് ഞാൻ ആദ്യ ഷോ കണ്ടൊരു പെണ്ണാണ്. കാരണം അത്രയ്ക്കും എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ജീവന, കാരണം ഞാനൊരു RSS കാരിയാണ്. ഇപ്പം 15 RSS കാരിയാണെന്നുള്ള തെളിവ് എന്താണ്? അത് വെറുതെ കള്ളം പറഞ്ഞല്ലേ, അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് കമന്റ് വന്നതാണ്. ആൾക്കാർ പലതും പറയും, ഞാൻ പറയും ഇതേ വാക്ക്, ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി കരയും. ഇനി എന്നത്ര ഞാൻ RSS കാരിയാണ്. നീലേശ്വരം അഴുത്തലയിൽ RSS തുടങ്ങുന്ന സമയത്ത് ഞാനാണ് അതിൻ്റെ ഖജാൻജി. എന്നെ കെട്ടിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രസിഡന്റ് ചട്ടിപ്പറമ്പ് നാട്ടിൽ ഞാൻ കെട്ടിച്ചു കൊണ്ടുവന്ന എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ്. ഇന്നലെ കൂടിയാണ് പറഞ്ഞു, അവളാണ് പ്രസിഡന്റ് അതിൻ്റെ. ഞാൻ കാസർഗോഡ് കളക്ട്രേറ്റിൻ്റെ അടുത്താണ് അതിൻ്റെ ശാഖ. MP രാജീവ് എന്ന് പറഞ്ഞിട്ട് നീലേശ്വരം ഉണ്ട് ഒരാൾ, അയാളാണ് അതിൽ. ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് RSSൻ്റെ പ്രചാരക, ഗുജറാത്തിലൊക്കെ പോയിട്ട് പ്രചാരക. ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ 19, 20, 21 വയസ്സിൽ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഖജാൻജി ആയാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബാങ്കിലൊക്കെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഖജാൻജി സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പോൾ അവളും കല്യാണം കഴിഞ്ഞ് അവളിപ്പോൾ മാർക്ക് സ്റ്റേറിനെ കെട്ടിയത് ഇവിടെ ചട്ടിപ്പറമ്പ്. അവർ പോയി. അല്ലാണ്ട് ഞങ്ങൾക്ക് മോദി ഈ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് ഞാൻ RSS ആണെന്ന് അറിയാം. പക്ഷേ ഞാൻ RSSന് വോട്ട് കൊടുത്തിട്ടില്ല, കാരണം ഞാൻ ഇവിടെ വന്നില്ലേ. അല്ല, മോദിയോട് എന്താണ്, എങ്ങനെയാണ്? മോദി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിൻ്റെ മോള് ചിരിക്കും. സുരേഷ് ഗോപിയുടെ വായിട്ടെന്ന് എനിക്ക് കിട്ടിയ അപമാനം എന്ന് പറഞ്ഞാൽ എഴുത്ത് വായിക്കാത്ത കേട്ടോ. അയാൾ എന്നെ സഹായിക്കണ്ട, അയാൾ ഇഷ്ടമല്ല പൈസ. കാരണം അയാൾ ഞാൻ സാറേന്ന് വിളിക്കാറില്ല. കാരണം 11 വയസ്സ്, അങ്ങേർക്ക് 39 വയസ്സുണ്ടാകുമ്പോൾ എനിക്ക് 11 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളെ ഞാൻ ബാലചാബല്യല്ല ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പാപ്പൻ സിനിമക്ക് ഞാൻ ഭർത്താവിനെ വിളിച്ചു വരുത്തണം. അന്നേരം ഞാൻ സഹായത്തിന് പോകുന്നില്ല. എല്ലാവരും സഹായിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. എനിക്ക് ചാബല്യമല്ല. അത് ഫസ്റ്റ് അന്നെ ഇറങ്ങി അന്നെ പോയി കണ്ടു. എനിക്ക് കാണണം അങ്ങനെ നിർബന്ധമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ആ മനുഷ്യൻ അത്രയ്ക്ക് ഇഷ്ടമായി. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോൾ കാരണം സുരേഷ് ഗോപിക്ക് ഏകലവ്യന് അഭിനയിക്കുമ്പോൾ 39 വയസ്സിൻ്റെ എങ്ങാനുണ്ട്. കാരണം അത്ര എനിക്കറിയാം. കാരണം സുരേഷ് ഗോപി ജനിച്ചത് ജൂൺ 26, ഞാൻ ജനിച്ചത് ജൂൺ 26. സുരേഷ് ഗോപി ജനിച്ചതും ഞാൻ ജനിച്ചതും ജൂൺ 26. മിഥുനം 12. അതൊക്കെ എനിക്ക് അത്രയും ഞാനുണ്ട്. കാരണം പിന്നെ എൻ്റെ വീട്ടിൽ പ്രസവിച്ചിട്ട് എൻ്റെ അച്ഛൻ 5 മക്കളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരെയും ചോറുണ്ണാൻ കൊണ്ടുപോയത് പേരിടുന്നത് പറശ്ശിനിക്കടവ. എന്നെ മാത്രമാണ് ആ നാട്ടിലധികം ഗുരുവായൂർ കൊണ്ടുവന്ന് പേരിട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ സത്യം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനാ ഞാൻ ഇന്നും നുണ പറഞ്ഞതല്ല. അയാൾ അറിഞ്ഞിട്ടില്ല, അയാളെ മകൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അച്ഛന് MP സ്ഥാനം ഉണ്ടെങ്കിൽ അച്ഛൻ സഹായിക്കൂനെ. പണ്ട് സഹായിച്ചു പറഞ്ഞു, ഇനി സഹായിക്കില്ല. സന്മനസ് കാരണം അത് അയാളെ ഇഷ്ടം. പക്ഷെ ഞാൻ ചോദിച്ചൊരു പെണ്ണ, പണ്ട് എല്ലാവരും സുരേഷ് ഗോപി സഹായിക്കുന്നു പറഞ്ഞു പോകുമ്പോൾ അല്ല സുരേഷ് ഗോപി സഹായിക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞെന്നോട് അമ്മേ നമുക്ക് സഹായം ചോദിച്ചാലോ എന്ന് ഇവള് പറഞ്ഞു. പണ്ട് ഞാൻ ചോദിച്ചാൽ അങ്ങേര് പണിയെടുക്കുന്ന അങ്ങേരൊക്കെ ഇഷ്ടമാണ്, അയാളുടെ അടുത്ത് പോയി സഹായം ചോദിക്കലല്ലോ. ഇപ്പം ആവതുണ്ടല്ലോ,
ഇവിടെ ഇരിക്കട്ടെ, സഹായം ചോദിക്കേണ്ട കാലത്ത് ഇപ്പം ചോദിച്ചാൽ ഞാൻ ഇന്നലെ വരെ എൻ്റെ പൂജാമുറിയിലിരുന്ന് ഞാൻ കരഞ്ഞത്. ഇത് സുരേഷ് ഗോപിനെ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാണണം. അയാൾ മനസ്സുള്ളവനാണെങ്കിൽ മൂകാംബിക ദേവിനെ, അയാൾ ഇന്നല്ലേ മൂകാംബിക ദേവിനെ നടനായിട്ടല്ലേ പോയേ? അറിയുന്ന കാലം തൊട്ട് മൂകാംബിക ദേവിയുടെ ഭക്തനാണ് എൻ്റെ അച്ഛനും ഞാനും. ഞാൻ അവിടെ മാത്രമേ, ഗുരുവായൂർ ഞാൻ ഇന്നാണ് തുടങ്ങിയത്. കാരണം എൻ്റെ പേരിട്ടു എന്നല്ലാണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോയിട്ടില്ല ഇന്നും. എൻ്റെ ഗുരുവായൂർ അമ്പലത്തിൽ ആകെ പോയാൽ സുരേഷ് ഗോപിനെ കാണാൻ പറ്റും, ഇങ്ങനെ പോയാലെന്ന് പറഞ്ഞ് പോയതാ. എന്നിട്ട് നടയിൽ ഞാൻ കയറിയിട്ടില്ല. രണ്ടാമത് എൻ്റെ അച്ഛൻ പ്രശ്നം വെച്ചിട്ടാവും പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ചോറുണ്ടേ കുഞ്ഞിനെ, പിന്നെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയിട്ടില്ല, ആ ചെറിയ കുഞ്ഞിനെ കണ്ടില്ല, അതുകൊണ്ടില്ല ദോഷമാണ് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ വീണ്ടും ഗുരുവായൂർ എന്നെ കൊണ്ടുപോയി. അന്നേ ഞാൻ കയറിയിട്ടുള്ളൂ. പിന്നെ ഞാൻ കയറി. എൻ്റെ ചോദ്യം, സുരേഷ് ഗോപിയെ കുറിച്ച് ഇപ്പോൾ അഭിപ്രായം എന്താ? ഇപ്പോൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ആണോ ഇത്രയും മരണം വരെ എൻ്റെ പേഴി കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപിനെ കാണാൻ പോയവള്? ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇനി ഞാൻ ഇത് പറഞ്ഞതിനെ കൊണ്ട് ഇനി അങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായിക്കുമായിരിക്കും, അവരെ ഭാഗ്യം. എനിക്ക് അത്രേ ഉള്ളൂ, അവരെ ഭാഗ്യം. ഞാൻ ഇത് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ നല്ലവനാണ് എന്ന് അറിയിക്കാൻ ഇനിയും സഹായിക്കുമായിരിക്കും. അത് എന്നെ കൊണ്ട് അവർക്ക് അങ്ങനെയെങ്കിലും ഗുണം കിട്ടിയാൽ അത് ദൈവപുണ്യം, എനിക്ക് കിട്ടണ്ട. പക്ഷെ ഇത് അയാൾ മരിക്കുന്നതിന് മുമ്പിലെ ഈ തിരുമാന്താംകുന്നിൽ അമ്മ സത്യം അയാൾ അറിയും. ആ മുറ്റത്ത് ഞാൻ ഒഴുക്കി കണ്ണീര് സത്യമാണെങ്കിൽ ഈ ലോകത്ത് മൊത്തം പറയുന്ന പെണ്ണുങ്ങളോട് അയാൾ പറയും ആ കുട്ടി വന്നത് സത്യമായിരിക്കാം. അയാളെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല, അയാൾ ആര് വേണമെങ്കിലും ജയിപ്പിച്ചോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാറിന്റെ വീട്ടില് ഒരു ലെറ്റർ വരുന്ന അത് നമ്മളെ അപേക്ഷയായിട്ട് ഒരു സഹായം ചോദിച്ചിട്ടാകുമ്പം സാറിന്റെ മകനോട് പറയാണ് ഒന്നും എടുക്കണ്ട, എല്ലാം കളഞ്ഞ് എനിക്കൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ആ മകൻ അത് ചെയ്യാനുള്ള ധൈര്യം വരും. എന്തായാലും ജയ എന്ന് പറയുന്ന യുവതിയുണ്ട്, RSS കാരിയാണ്, അവർക്കൊരു മകളുണ്ട്, അവരുടെ വീടാണിത്. വീട് എന്ന് പറഞ്ഞാൽ ഒറ്റമുറി വാടക സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ, കട്ടിൽ പോലും പൊളിഞ്ഞു വിടാറായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ഇവർ തിരുവനന്തപുരത്ത് പോയി എന്ന് പറയുന്ന സത്യമാണ്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി എന്ന് പറയുന്ന സത്യമാണ്. ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്ന സത്യമാണ്. ആ പരാതി അതൊന്നും പരിശോധിക്കാതെ വലിച്ചെറിഞ്ഞു. അവരുടെ കണ്ണീരാണ്, ആ മകളുടെ കണ്ണീരാണ് അതിലുള്ളത് എന്ന് പറയുന്ന കാര്യത്തെ വലിച്ചു കീറിയതാണ് ഈ യുവതിയുടെ ദുഃഖം. അത് ആ സുരേഷ് ഗോപിയെ ശപിച്ചിരിക്കുകയാണ് ജയ എന്ന് പറയുന്ന യുവതി. ഇനി മേലെങ്കിലും ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ പെട്ട് ആളുകൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനെ സഹായിക്കുമായിരിക്കും. എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഇനിയും എന്തെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ സഹായിക്കുമായിരിക്കും. പക്ഷേ ഗതികെട്ടിട്ട് ഒരാളും ഇങ്ങനെ പോയി കരയരുത്. എനിക്ക് വന്നു, കാരണം കത്തെഴുതി അവിടെ ഇട്ടിട്ട് അത് വലിച്ചു കീറുമ്പം ആ എഴുതിയവൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു വേദനയുണ്ട്. കത്തിച്ച് കളയുമ്പോൾ ആ എഴുതിയവർക്കൊരു സങ്കടം വരും. അതിൽ പ്രാണം പൊട്ടുന്ന വേദന അത് അയാൾ അറിയണം. അയാൾക്കത് അറിയുന്നുണ്ടെങ്കിൽ അയാളൊരു മനുഷ്യനാവും. അതായത് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മുഖമാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടത്. അദ്ദേഹം പുറമെ കാണിക്കുന്ന മുഖം, പലരെയും സഹായിക്കുന്നു എന്ന് പറയുന്ന മുഖം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നാണ് വിശ്വസിക്കുന്നത്. ജയ വിശ്വസിക്കുന്നത് അതാണ് സത്യം എന്നാണ് എനിക്കും തോന്നുന്നത്. നന്ദി, നമസ്കാരം.